السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖോടെ ഈ മസ്ജിദിൽ വർഷങ്ങളായി നടന്നു വരുന്ന നമ്മുടെ ദർസുകൾ നമ്മളിന്ന് പുനരാരംഭിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീൻ അവന്റെ കിതാബിൽ നിന്നും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നും നല്ലവരായ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ ഉലമാക്കളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ പഠിപ്പിക്കുക എന്നത് മഹത്തായ ഭാഗ്യമാണ്. അല്ലാഹു ഈ പ്രവർത്തനത്തിൽ എനിക്കും നിങ്ങൾക്കും ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. يا حي يا قيوم برحمتك نستغيث. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, റമദാനിന് മുമ്പ് നമ്മൾ സൂറത്തു അൽ വാഖിഅയിലെ 40 വരെയുള്ള ആയത്തുകളുടെ തഫ്സീറാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവന്റെ സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകുന്ന 2 കൂട്ടരുണ്ട്. ഒന്ന് അൽ മുഖറബൂൻ, അഥവാ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച വലിയ നന്മകളുടെ ആളുകൾ. അതിനുശേഷം അവരുടെ അത്ര പദവിയില്ലെങ്കിലും സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്ന സ്വർഗത്തിൽ മുഖറബുകളുടെ അത്രയും സ്ഥാനമില്ലെങ്കിലും അവർക്ക് താഴെ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. അവരെക്കുറിച്ച് അല്ലാഹു പറയുന്നു, അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ. വലതുഭാഗക്കാരായ ആളുകൾ, എന്താണ് അവരുടെ അവസ്ഥ? ഫി സിദ്രിൻ മഖ്ദൂദ്, അവർ മുള്ളുകൾക്ക് പകരം പഴങ്ങൾ നിറക്കപ്പെട്ട സിദുർ മരങ്ങളിലാണ്
വതൽഹിൻ മംദൂദ്. തൽഹ എന്നത് അറബികൾക്ക് പരിചയമുള്ള മറ്റൊരു മരമാണ്. പഴങ്ങൾ, രുചികരമായ ഫലങ്ങൾ അല്ലാഹു അതിൽ നിറക്കുന്നതാണ്. അങ്ങനെയുള്ള മരങ്ങൾക്കും തൽഹിനും സിദ്റിനും ഇടയിലാണ് അവർ കഴിയുന്നത്. വതൽഹിൻ മംദൂദ്, സുദീർഘമായ തണലുകളിൽ. സ്വർഗത്തിലെ ഒരു മരം അതിന്റെ തണൽ വിട്ടുകടക്കാൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരക്കാരൻ വർഷങ്ങൾ, 100 വർഷം സഞ്ചരിച്ചാലും അതിന്റെ തണൽ മുറിച്ചു കടക്കാൻ സാധിക്കുകയില്ല. വമാഇൻ മസ്കൂബ്, അവർക്ക് വേണ്ടി ചൊരിയപ്പെട്ട, ഒഴിക്കപ്പെട്ട പാനീയം. വഫാകിഹത്തിൻ കസീറ, ഒരുപാട് പഴങ്ങൾ. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, നിലച്ചു പോകാത്ത, മുറിഞ്ഞു പോകാത്ത, തടയപ്പെടാത്ത പഴങ്ങൾ, സുഖങ്ങൾ. വഫുർശിൻ മർഫൂഅ, ഉയർത്തപ്പെട്ട വിരിപ്പുകൾ, കിടക്കകൾ. ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ, അവർക്ക് വേണ്ടി നാം അവരുടെ ഇണകളെ ഒരു പ്രത്യേകതരം രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. സജഅൽനാഹുന്ന അബ്കാറ, അങ്ങനെ നാം അവരെ ബിക്റുകളാക്കിയിരിക്കുന്നു, നിത്യകന്യകകളാക്കിയിരിക്കുന്നു. ഒരിക്കലും അവർ അവരുടെ കന്യകാസം അവർക്ക് നഷ്ടപ്പെടുകയില്ല. അവരുടെ ഇണകൾ അവരുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോഴേക്കും വീണ്ടും അവർ വീണ്ടും കന്യകകളായി തീരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിശദീകരിച്ചു. ഉർബൻ, അവരുടെ ഇണകളോട് ഏറെ സ്നേഹമുള്ള, ഏറെ ഇണക്കമുള്ള ഇണകളായിരിക്കും അവർ. അസ്റാബൻ, ഒരേ പ്രായത്തിലുള്ളവർ. ലി അസ്ഹാബിൽ യമീൻ, വലതുഭാഗക്കാർക്ക് വേണ്ടി. സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്ന ഭാഗ്യവാന്മാർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി കൊണ്ടുവന്നവരാണവർ. സുല്ലത്തും മിനൽ അവ്വലീൻ, സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. സുല്ലത്തുൻ, ഈ അസ്ഹാബുൽ യമീൻ എന്നാൽ സുല്ല, അതൊരു വലിയ വിഭാഗം ആളുകളാണ്. മിനൽ അവ്വലീൻ, ആദ്യകാലക്കാരിൽ നിന്ന്. വസുല്ലത്തും മിനൽ ആഖിരീൻ, അവസാന കാലക്കാരിൽ നിന്നും ഒരുപാട് പേർ. എന്നാൽ അൽ മുഖറബൂൻ, അവരെ കുറിച്ച് അല്ലാഹു നേരത്തെ പറഞ്ഞത് എന്താണ്? സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. അവർ മുൻഗാമികളിൽ എണ്ണം കൂടുതലും പിൻഗാമികളിൽ അവരുടെ എണ്ണം കുറവുമാണ്. അല്ലാഹു സ്വർഗത്തിൽ വലിയ സ്ഥാനം നൽകുന്ന മുഖറബൂൻ, അസ്സാബിഖൂൻ, അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് ഈ സൂറത്തിൽ തന്നെ സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. ആദ്യകാലക്കാരിൽ അവർ ഒരുപാട് പേരുണ്ട്. ഇസ്ലാമിൽ ആദ്യം കടന്നു വന്ന മഹാന്മാരായ സഹാബത്തിൽ അവർ ഒരുപാട് പേരുണ്ട്. എന്നാൽ അവസാന കാലക്കാരിൽ ഈ കൂട്ടരിൽ യാതൊരു ഓഹരിയും അവർക്കില്ല എന്നല്ല. അവസാന കാലക്കാരിലും മുഖറബൂനുണ്ട്, അസ്സാബിഖൂനുണ്ട്. പക്ഷെ അവരുടെ എണ്ണം കുറവായിരിക്കും. എന്നാൽ അസ്ഹാബുൽ യമീൻ, സ്വർഗത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ആരാണ്? രണ്ടാമത് പറഞ്ഞ വിഭാഗമാണ് അസ്ഹാബുൽ യമീൻ. ആദ്യം പറഞ്ഞത് രണ്ടാമത്തവരെക്കാൾ കുറച്ചേ ഉള്ളൂ. അൽ മുഖറബൂൻ, അസ്സാബിഖൂൻ, അവർ സ്വർഗത്തിൽ കുറച്ചു പേരാണ്. ആരെ തട്ടിച്ചു നോക്കിയാൽ, അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞവരെ തട്ടിച്ചു നോക്കിയാൽ, അസ്ഹാബുൽ യമീൻ നന്മയുടെ ആളുകളാണ്. പക്ഷേ അൽ മുഖറബൂൻ അവരുടെ അത്രയും വരികയില്ല. നന്മകൾ എല്ലാം ഒരുപോലെയല്ല, ഈമാൻ എല്ലാവരുടേതും ഒരുപോലെയല്ല, പാപങ്ങളും അങ്ങനെ തന്നെ. എല്ലാ പാപവും ഒരുപോലെയല്ല, എല്ലാ പാപിയും ഒരുപോലെയല്ല. അസ്ഹാബുൽ യമീനിനെ കുറിച്ച് അല്ലാഹു പറയുന്നു സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ ഒരു വലിയ വിഭാഗം, പിൻഗാമികളിലും ഒരു വലിയ വിഭാഗം. ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനുകൾ, അൽ മുഖറബൂൻ എന്ന പദവിയിൽ പെടാത്ത മുഅ്മിനുകൾ ഇവരിൽ ഉൾപ്പെടുന്നു. സ്വർഗത്തിൽ അവസാനമായി പ്രവേശിക്കുന്ന വ്യക്തിക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അനുഗ്രഹങ്ങളാണ് നൽകുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അവസാനം സ്വർഗത്തിലെത്തിയ മനുഷ്യനോട് അല്ലാഹു പറയും, തമന്ന, നീ ആഗ്രഹിക്കുക. ഫയതമന്ന, അപ്പോൾ അയാൾ വേണ്ടതെല്ലാം ആഗ്രഹിക്കും. ഫയുദക്കിറുല്ലാഹ്,
അള്ളാഹു ആ സമയത്ത് അയാൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കും. അയാളുടെ ഓർമ്മയിൽ വരാത്ത ആഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അയാളെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഹത്താ ഇൻതഹത് ബിഹിൽ അമാനി, കണക്കില്ലാത്ത ആഗ്രഹമുള്ള മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങൾ തീർന്നാൽ, എല്ലാം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനോട് പറയും ഫഇന്ന ലക മാ തമന്നൈത വമിസ്ലഹു മഅഹ്, ഫഇന്ന ലക മാ തമന്നൈത വമിസ്ലഹു മഅഹ്, നീ ആഗ്രഹിച്ചതെല്ലാം ഈ സ്വർഗത്തിൽ നിനക്കുണ്ട്. വമിസ്ലഹു മഅഹു, അതുപോലെ വേറൊന്നും, അഥവാ അതിന്റെ ഇരട്ടിയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യുമ്പോൾ മഹാനായ സഹാബി അബൂ സഈദ് അൽ ഖുദ്രി അടുത്തുണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. അബൂ സഈദ് അൽ ഖുദ്രി അപ്പോൾ പറഞ്ഞു, അല്ല, നബി ഇങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ട്, വഅശറതു അംസാലി ദുനിയ, ദുനിയാവിന്റെ 10 ഇരട്ടിയും, അല്ലെങ്കിൽ വഅശറതു അംസാലി, ആഗ്രഹിച്ചതിന്റെ 10 ഇരട്ടിയും. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ലാ അഹ്ഫദു ഇല്ലാ ഹാദാ, എനിക്ക് ഇത്രയേ ഓർമ്മയുള്ളൂ, എന്റെ ഓർമ്മയിൽ ഇത്രയേ ഉള്ളൂ. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അഷ്ഹദു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വഅശറതു അംസാലിഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അദ്ദേഹത്തിന് അത്ര ഉറപ്പുണ്ട്. 10 ഇരട്ടി എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അവന്റെ സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിന്റെ, അല്ലാഹുവിന്റെ കലാമിന്റെ മഹത്തായ ശൈലിയാണ് ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന കാര്യം കൂടി സൂചിപ്പിക്കുക, പറയുക എന്നത് ഖുർആനിന്റെ മഹത്തായ പ്രത്യേകതയാണ്. അല്ലാഹു ഇതാ പറയുന്നു, വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ. അസ്ഹാബു ശിമാൽ, ഇനി അസ്ഹാബു ശിമാൽ ഉണ്ട്, ഇടതുഭാഗത്തിന്റെ ആളുകൾ. മാ അസ്ഹാബു ശിമാൽ, ആരാണ് ഇടതുഭാഗക്കാർ? എന്താണ് ഇടതുഭാഗക്കാരുടെ അവസ്ഥ? അല്ലാഹു കിതാബ് ഇടതുഭാഗത്ത് നൽകുന്ന ദൗർഭാഗ്യവാന്മാർ. ഫീ സമൂമിൻ വഹമീം, ഫീ സമൂമിൻ, അവർ സമൂമിലായിരിക്കും, വഹമീം, ഹമീമിലുമായിരിക്കും. എന്താണ് സമൂം എന്നാൽ, എന്താണ് ഹമീം എന്നാൽ? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ലമ്മാ ദക്കറ തആല ഹാല അസ്ഹാബിൽ യമീൻ അതഫ അലൈഹിം ബിദിക്രി അസ്ഹാബിൽ ശിമാൽ. അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു അവരുടെ കൂടെ അസ്ഹാബു ശിമാലിനെ കുറിച്ചും പറയുന്നു. വലതുകൈയിൽ ഏട് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഏട് നൽകപ്പെടുന്ന അസ്ഹാബുൽ യമീൻ, അവരെ കുറിച്ചാണ് അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറഞ്ഞത്. അവർക്ക് വലതു കൈയിൽ കിതാബ് കിട്ടിയാൽ അവർ പറയും, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയഹ്. വലതു കൈയിൽ ആർക്കാണോ കിതാബ് നൽകപ്പെട്ടത് അവൻ പറയും, ഹാഉം ഇഖ്റഊ കിതാബിയഹ്, വരൂ എന്റെ കിതാബ് വായിക്കൂ. ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ظننtu അന്നി മുലാഖിൻ ഹിസാബിയ, തീർച്ചയായും ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവിടെ വന്നിന്റെ അർത്ഥം ഐഖൻതു എന്നാണ്. ഖുർആനിൽ വന്നെന്ന് വന്നിടത്തൊക്കെ യഖീൻ എന്നാണ് അർത്ഥമെന്ന് ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഖുർആനിൽ വൻ, ഊഹം എന്ന് വന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾ അതിന്റെ അർത്ഥം ഉറച്ച വിശ്വാസം എന്നാണ് എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. ഇതുപോലത്തെ സന്ദർഭം. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഊഹം നിങ്ങൾ വെടിയുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അവിടെ ഊഹം തന്നെയാണ് ഉദ്ദേശം. ഇന്നി ظننtu അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്റെ വിചാരണ
അത് കാണേണ്ടവൻ തന്നെയാണ് ഞാൻ, ഈ ഹിസാബ് നേരിടേണ്ടവനാണ് ഞാൻ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബി ഫഹുവ ഫി ഈശത്തിർ റാദിയ. അല്ലാഹു പറയുന്നവൻ അയാൾ തൃപ്തികരമായ ഒരു ജീവിതത്തിലായിരിക്കും. ഫി ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗത്തിൽ. ഖുതൂഫുഹാ ദാനിയ, അവിടെ പറിച്ചെടുക്കാനുള്ള പഴങ്ങൾ അത് വളരെ അടുത്താണ്. പഴമൊന്ന് പറിക്കണമെന്ന് ആഗ്രഹിക്കുകയേ വേണ്ടൂ, അപ്പോഴേക്കും അത് അടുത്തേക്ക് വരും. കുലു വശറബു, അവരോട് പറയപ്പെടും നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ. ഹനിഅ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ നാളുകളിൽ, ജീവിച്ചു കഴിഞ്ഞ ദുനിയാവിൽ നിങ്ങൾ നേരത്തെ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ കാരണത്താൽ. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, എന്നാൽ ഇടതുഭാഗത്ത് കിതാബ് നൽകപ്പെട്ടവൻ, ഫയഖൂലു, അവൻ പറയും, യാ ലൈതനി ലം ഊത കിതാബിയ, എന്റെ ഈ കിതാബ് എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. വലം അദ്രി മാ ഹിസാബിയ, എന്റെ ഈ ഹിസാബ് എന്താണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, ആ മരണം അതോടെ എല്ലാം തീർന്നിരുന്നുവെങ്കിൽ, എല്ലാം അതോടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഗ്ന അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് പ്രയോജനം ചെയ്തില്ലല്ലോ, ശിക്ഷയിൽ നിന്ന് അതെന്നെ രക്ഷിച്ചില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം നശിച്ചു പോയല്ലോ. അവനെ കുറിച്ച് പറയപ്പെടും, ഖുദൂഹു, അവനെ പിടിക്കുക, വഗുല്ലൂഹു, അവനെ ബന്ധിക്കുക. ثم في سلسلة ذرعها 70 ذراعا فاسلكوه, 70 മുഴം നീളമുള്ള ചങ്ങലയെ അവനെ പ്രവേശിപ്പിക്കുക. മഅദല്ലാഹ്, ആയത്തിന്റെ തഫ്സീറിൽ സലഫുകൾ പറയുകയുണ്ടായി, ചങ്ങലയിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നരകത്തിലെ ചങ്ങല അവന്റെ പിൻദ്വാരത്തിലൂടെ അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നിട്ട് അവന്റെ ശരീരത്തിലൂടെ കടത്തിവിട്ട് മൂക്കിലൂടെ അത് പുറത്തേക്ക് വലിക്കും. സലഫുകൾ പറഞ്ഞു, നിങ്ങൾ മാംസം തീയിൽ ചുട്ടെടുക്കുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ. നസ്അലുല്ലാഹൽ ആഫിയത വസ്സലാമ. ഇവിടെ അല്ലാഹു അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറഞ്ഞ ഉടനെ അസ്ഹാബു ഷിമാലിനെ കുറിച്ച് പറയുന്നു. ഫഖാല അസ്ഹാബു ഷിമാലി മാ അസ്ഹാബു ഷിമാൽ, ഇടതുഭാഗക്കാർ, എന്താണ് ഇടതുഭാഗക്കാരുടെ സ്ഥിതി? അയ്യു ശൈഇൻ ഹും ഫീഹി അസ്ഹാബു ഷിമാൽ, എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ അവസ്ഥ, എവിടെയാണ് അവരുള്ളത്, എന്താണ് അവരുടെ ഹാലെന്താണ്? സുമ്മ ഫസ്സറ ദാലിക്, എന്നിട്ട് അല്ലാഹു തന്നെ അത് വിശദീകരിച്ചു. ഇത് ഖുർആനിലെ ശൈലിയാണ്. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ, ചില സുപ്രധാനമായ ഏറെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അല്ലാഹു അങ്ങനെ പറയും. അൽ ഖാരിഅ, ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ആ സംഭവം. മൽ ഖാരിഅ, എന്താണത്? വമാ അദ്റാക മൽ ഖാരിഅ, ആ ഭീതിപ്പെടുത്തുന്ന നാളിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇതുപോലുള്ള വാക്കുകൾ. അൽ ഹാഖ മൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് കാണാം. അതെന്താണ്, അതിന്റെ കാര്യം എന്താണ്, അത് നിനക്കറിയുമോ എന്ന രൂപത്തിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് കാണാം. എന്നിട്ട് പിന്നെ അള്ളാഹു തന്നെ അത് വിശദീകരിക്കുന്നു. എന്താണ് അസ്ഹാബു ഷിമാലിന്റെ സ്ഥിതി? ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം, അവർ എവിടെയാണ്? ഫീ സമൂമിൻ, സമൂമിലാണ് അവർ. സമൂം എന്നാൽ വഹുവൽ ഹവാഉൽ ഹാർ, കടുത്ത ചൂടുള്ള ഹവാ ആണത്, കടുത്ത ചൂടുള്ള അന്തരീക്ഷമാണ് അവിടെ. അഥവാ നരകം ആണ് അവരെ സ്പർശിക്കുന്നത്, നരകത്തിന്റെ കാറ്റേ അവിടെ ഉള്ളൂ. വഹുവൽ ഹവാഉൽ ഹാർ, അങ്ങേയറ്റത്തെ ചൂടുള്ള കാറ്റാണ്, അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. വഹമീം,
അങ്ങേയറ്റം ചൂടുള്ള അവസ്ഥയിൽ ചുട്ടുപൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ആഗ്രഹിക്കുക എന്താണ്? കുറച്ച് തണുത്ത വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ആശ്വസിക്കാൻ, ഒന്ന് കുളിര് കിട്ടാൻ. അല്പം വെള്ളം ആണ് കടുത്ത ചൂടിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുക. എന്നാൽ അവർക്കുള്ളത് ഹമീം. ഹമീം എന്താണ്? വഹുവൽ മാഉൽ ഹാർ, അങ്ങേയറ്റം ചൂടുള്ള ചുട്ടുപൊള്ളുന്ന പാനീയമാണത് ഹമീം എന്ന പാനീയം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വദില്ലിൻ മിൻ യഹ്മൂം, വദില്ലിൻ, അതുപോലെ അവർ എവിടെയാണ്? വദില്ലിൻ, തണലിലാണ്. പക്ഷെ എന്ത് തണലാണത്? മിൻ യഹ്മൂം, നരകത്തിലെ തീയിന്റെ കരിമ്പുകയാണ് അവർക്കുള്ള തണൽ. മനുഷ്യൻ തീ ചൂടിൽ നിൽക്കുമ്പോൾ വെള്ളത്തിന് ആഗ്രഹിക്കും, ആ വെള്ളമാകട്ടെ ഹമീമാണ്. ചൂടിൽ വെന്തുരുകുമ്പോൾ മനുഷ്യൻ ഒരൽപ്പം തണൽ ആഗ്രഹിക്കും, ആ തണലാകട്ടെ തീയിന്റെ കരിമ്പുകയാണ്. ഏതുപോലെ സൂറത്തുൽ മുർസലാത്തിൽ അല്ലാഹു പറഞ്ഞു, ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ ഇൻതലിഖൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ് ലാ ളലീൽ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമി ബിശററിൻ കൽഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫർ വൈലു യൗമഇദിൻ ലിൽമുകദ്ദിബീൻ. നരകക്കാരോട് പറയപ്പെടും, ഇൻതലിഖൂ, നിങ്ങൾ ചെല്ലൂ, നിങ്ങൾ പോകൂ, ഇലാ ളില്ലിൻ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിച്ചതിലേക്ക് നിങ്ങൾ ചെല്ലൂ. നിങ്ങൾ വിശ്വസിച്ചവരായിരുന്നല്ലോ, നിങ്ങൾ ഇതിനെ തള്ളിയവരായിരുന്നല്ലോ. നിങ്ങൾ വിശ്വസിക്കാത്ത, നിങ്ങൾ തള്ളിക്കളഞ്ഞ, നിങ്ങൾ കെട്ടുകഥയാണെന്ന് പറഞ്ഞ ഈ നരകത്തിലേക്ക് പോകൂ. നിങ്ങൾ ഇൻതലിഖൂ, നിങ്ങൾ ചെല്ലൂ, ഇലാ ളില്ലിൻ, ഒരു തണലിലേക്ക്, ദീ സലാസി ശുഅബ്, 3 ശാഖകളുള്ള തണലിലേക്ക്. എന്നാൽ ആ തണൽ എന്താണ്? ലാ ളലീൽ, തണലേകാത്ത തണലാണത്. തണൽ കൊണ്ടുള്ള ആശ്വാസം അതിലില്ല. വലാ യുഗ്നി മിനൽ ലഹബ്, ആളിക്കത്തുന്ന ജ്വലിക്കുന്ന തീയിൽ നിന്ന് ഒരാശ്വാസവും നൽകാത്ത തണലാണ്. ഇന്നഹ തർമി ബിശററിൻ കൽഖസ്ർ, കൊട്ടാരം കണക്ക് ഉള്ള തീ സ്ഫുലിംഗങ്ങൾ ആ കരിമ്പുകയിൽ നിന്ന് പുറത്തേക്ക് വരും. കഅന്നഹു ജിമാലത്തുൻ സുഫർ, മഞ്ഞ നിറത്തിലുള്ള വലിയ ഒട്ടകങ്ങളെ പോലെ ഉണ്ടാകും അത്. വൈലു യൗമഇദിൻ ലിൽമുകദ്ദിബീൻ, അന്ന് നിഷേധിച്ചവർക്ക്, അള്ളാഹുവിനെയും അവന്റെ ദീനിനെയും പരലോകത്തെയും എല്ലാം നിഷേധിച്ച ആളുകൾക്കാണ് നാശം. ഇവിടെ അള്ളാഹു നരകക്കാരെ കുറിച്ച് പറയുന്നു, ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം. യഹ്മൂമിന്റെ തണലാണ് അവർക്ക്. യഹ്മൂം എന്നാൽ എന്താണ്? യഹ്മൂം വഹുവ ദുഖാനുൽ അസ്വദ്, കറുകറുത്ത പുകയാണത്. നരകത്തിലെ തീയിന്റെ പ്രത്യേകതയാണ്, അവിടെ നാറേ ഉണ്ടാകൂ, ആ നാറിന് നൂറുണ്ടാവുകയില്ല. ദുനിയാവിലെ തീയിന്റെ പ്രത്യേകത എന്താ? ആ തീയിന് ചൂടുണ്ടെന്ന് മാത്രമല്ല, അതിനൊരു വെളിച്ചവും ഉണ്ടാവും. തീ കത്തിച്ചാൽ അതിന് വെളിച്ചമുണ്ടാവും. എന്നാൽ നരകത്തിലെ തീക്ക് വെളിച്ചമുണ്ടാവുകയില്ല, പൂരാ കുരുട്ടായിരിക്കും. ചില മുൻഗാമികൾ പറഞ്ഞു, അവിടുത്തെ തീ കൊടും കറുപ്പാണ്, ഇരുട്ടാണ്. അവിടുത്തെ പുകയാകട്ടെ കറുത്തതാണ്, ഇരുണ്ടതാണ്. അവിടെയുള്ള ആളുകളും അങ്ങനെയാണ്. നഊദു ബില്ലാഹ്, അവിടെയുള്ള ആളുകളും അങ്ങനെയായിരിക്കും. അല്ലാഹു നരകക്കാരെ പരലോകത്ത് കറുപ്പിച്ച് കളയും. യൗമ തബിയദ്ദു വുജൂഹ് വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങളന്ന് വെളുക്കും, പ്രസന്നമാകും, സന്തോഷം നിറയും. വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങളന്ന് കറുത്തിരുണ്ടുപോകും, പൊടി പുരണ്ടിരിക്കും. നിന്യത അവരുടെ മുഖത്ത് അള്ളാഹു നിന്യത കൊണ്ടവരെ മൂടിക്കളയും. എന്നാൽ ദുനിയാവിൽ ഈമാനിന്റെ പ്രകാശം ഹൃദയത്തിലുള്ളവർ, ഈമാനിന്റെ പ്രകാശം ഹൃദയത്തിലുള്ളവർക്ക് പരലോകത്ത് അത് അള്ളാഹു അവരുടെ മുഖത്തേക്കും നൽകും, അവരുടെ ശരീരത്തിൽ ഒന്നാകെ നൽകും. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ചില മുഖങ്ങളന്ന് പ്രസന്നമായിരിക്കും, സന്തോഷം നിറഞ്ഞതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവരുടെ റബ്ബിലേക്ക് നോക്കി സന്തോഷിക്കുന്നവയായിരിക്കും.
സന്തോഷിച്ചുകൊണ്ടിരിക്കും ചില മുഖങ്ങൾ. ഇവിടെ അള്ളാഹു ഈ തീയെക്കുറിച്ച്, പുകയെക്കുറിച്ച് പറയുന്നു, ലാ ബാരിദിൻ വലാ കരീം. ലാ ബാരിദ്, ആ പുക, ലാ ബാരിദ്, അതൊരു തണുപ്പ് നൽകുന്നതല്ല, അതുകൊണ്ടൊരു ബർദുണ്ടാവുകയില്ല, ഒരു തണുപ്പ് കിട്ടുകയില്ല. വല കരീം, അതൊരു കരീമുമല്ല, അതൊരു നല്ലതല്ല. അത് അറബികളുടെ ഒരു പ്രയോഗമാണ്. ഒരു കാര്യം അതിനൊരു നല്ല വിശേഷണം ഇല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ലാ കരീം എന്നുകൂടി അവർ പറയുമെന്ന് ഇമാം ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ അറബു തുസ്ബിഉ ഹാദിഹി ലഫ്ളത ഫിന്നഫി. ഇല്ലെന്ന് പറയുമ്പോൾ, നിഷേധിക്കുമ്പോൾ അറബികൾ ഈ ലാ കരീം എന്ന വാക്കുകൾ പ്രയോഗിക്കാറുണ്ടായിരുന്നു. അറബികളുടെ ഭാഷയിലാണ് അല്ലാഹു അവന്റെ കിതാബ് ഇറക്കിയിട്ടുള്ളത്, ഏറ്റവും നല്ല ഭാഷയിൽ. അവർ പറയും ഒരു ഭക്ഷണത്തെക്കുറിച്ച്, ഭക്ഷണം നല്ലതല്ലെങ്കിൽ ഹാദ തആം ലൈസ ബിതയ്യിബ് വലാ കരീം, ഈ ഭക്ഷണം നല്ലതല്ല, രുചിയില്ല, വലാ കരീം, നല്ലതല്ല. ഹാദ ലഹം ലൈസ ബിസമീൻ വലാ കരീം, ഇതിന്റെ മാംസം ഇത് പോരാ, ഇതിന് തടിയില്ല, വലാ കരീം, നല്ലതല്ല. വഹാദിഹി الدار ليست بنظيفة ولا كريمة, ഈ വീട് വൃത്തിയില്ല, ഇത് നല്ലതല്ല. ലാ ബാരിദിൻ വലാ കരീം, തണുപ്പ് നൽകുന്ന പുകയല്ലാതെ, തണലല്ലാതെ, വലാ കരീമിൻ, നല്ലതല്ലാതെ. മറിച്ച് അവിടെ ഒന്നും നല്ലതില്ല, ഒരാശ്വാസവും നരകത്തിലില്ല, മുഴുവൻ പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ, മുഴുവൻ വ്യസനവും ദുഃഖവും ഖേദവും നിരാശയും മാത്രമേ ഉള്ളൂ. സ്വർഗമാകട്ടെ നേരെ തിരിച്ച്, അവിടെ ഒന്നും മോശമില്ല, മോശമായതൊന്നുമില്ല, ഷർറിന്റെ ഒരു അംശം പോലുമില്ല, മറിച്ച് എല്ലാ നന്മയും അവിടെയാണ്, എല്ലാ സുഖവും അവിടെയാണ്, എല്ലാ ആശ്വാസവും എല്ലാ സന്തോഷവും എല്ലാ സുഖവും അവിടെയാണുള്ളത്. അതുകൊണ്ടാണ് അവിടെ നിന്നൊന്ന് നീങ്ങാൻ പോലും അവർ ആഗ്രഹിക്കാത്തത്. ലാ യബ്ഗൂന അൻഹാ ഹിവല, ഒന്നങ്ങോട്ടേക്ക് നീങ്ങാൻ പോലും അവർ ആഗ്രഹിക്കാത്തത് അതുകൊണ്ടാണ്. ദുനിയാവിൽ എത്ര സുഖത്തോടെ സന്തോഷത്തോടെ ഒരാൾ ഒരു സ്ഥലത്ത് താമസിച്ചാലും ഇടക്കൊന്ന് തോന്നും, ഒന്ന് പുറത്തെവിടെയെങ്കിലും പോയി വരാം, വേറെ എവിടെയെങ്കിലും ഒന്ന് പോയി സ്ഥലങ്ങളൊക്കെ കണ്ടുവരാം എന്ന് മനുഷ്യന് തോന്നും. എത്ര സന്തോഷത്തിൽ സുഖത്തിൽ ആണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ പോലും. എന്നാൽ സ്വർഗം അങ്ങനെയല്ല. അവിടെ നിന്നൊന്ന് നീങ്ങാൻ, മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഒരിക്കലും അവർക്ക് തോന്നുകയില്ല. നരകമാകട്ടെ അവിടെ എല്ലാ വ്യസനവും സങ്കടവുമാണുള്ളത്. അള്ളാഹു ഈ നരകവാസികളുടെ അവർക്കുള്ള ശിക്ഷ പറഞ്ഞതിന് ശേഷം ഈ ശിക്ഷയിൽ പെട്ടുപോകാതിരിക്കാൻ, സൂക്ഷിക്കാൻ, മരണം വരെ ശ്രദ്ധിക്കാൻ അള്ളാഹു അവരെ അതിൽ പെടുത്തിയ കാരണം നമ്മോട് പറയും. അള്ളാഹു വെറുതെ അവരെ ഈ അവസ്ഥയിലാക്കുന്നതല്ല, മറിച്ച് അവർക്ക് ഈ അവസ്ഥ വരാനുണ്ടായ കാരണം അള്ളാഹു പറയുന്നു. ഇമാം ഇബ്നു കസീർ പറയുന്നു, ثم ذكر تعالى استحقاقهم لذلك, എന്തുകൊണ്ട് അവരവിടെ എത്തി എന്ന് അള്ളാഹു പറയുന്നു. فقال إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أو آباؤنا الأولون. ഇതാണ് അവരുടെ കാരണം, അവർ ഈ നരകത്തിൽ ശാശ്വതരാവാനുള്ള കാരണം അതാണ്. ഇന്നഹും കാനു, തീർച്ചയായും അവർ മുമ്പ് എങ്ങനെയുള്ളവരായിരുന്നു? ഇന്നഹും കാനു, തീർച്ചയായും അവർ ഖബ്ല ദാലിക, അതിനു മുമ്പ് അഥവാ ആഖിറത്തിനു മുമ്പ് അവരുടെ ദുനിയാവിൽ മുതറഫീൻ, സുഖലോലുപരായി ദുനിയാവിൽ മതിമറന്ന് ആസ്വദിച്ച് കഴിയുന്ന ആളുകളായിരുന്നു. എന്തുകൊണ്ടാ? അത് മുഅ്മിനിന്റെ ആശ്വാസമോ മുഅ്മിനിന്റെ സന്തോഷമോ അല്ല, ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവന്റെ അങ്ങേയറ്റം മോശമായ സുഖിക്കലാണ്. കാലികളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശമായ രൂപത്തിലുള്ള അവരുടെ സുഖിക്കലാണത്. കാരണം അത് ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവന്റെ സുഖമാണ്. അവരിൽ പലരും നമ്മോട് പറയാറുള്ളത് പോലെ, നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യം. ഈ ലോകം, ഈ ഭൂമി മരണം വരെ ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരാശ്വാസവും അവന് ലഭിക്കുന്നില്ല. ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവന്
ഒരാശ്വാസവും യഥാർത്ഥ സന്തോഷവും ഒരിക്കലും കിട്ടുകയില്ല. മറിച്ച് അവന്റെ ആഗ്രഹം ഒരിക്കലും തീരുകയില്ല. നിരാശയുടെ പടുകുഴിയിലായിരിക്കും അവൻ. കാരണം അവന് ഈ ലോകത്തിനപ്പുറത്ത് മറ്റൊരു ലോകം അവനില്ല. ഈ ലോകം തന്നെ എല്ലാം വെട്ടിപ്പൊടിക്കാനുള്ളതാണെന്ന് അവൻ കരുതുന്നു. എന്നാൽ അവനാകട്ടെ അള്ളാഹു വിധിച്ചതല്ലാതെ ഒട്ടും കിട്ടുകയുമില്ല. ഇങ്ങനെ അങ്ങേയറ്റം മോശമായ ജീവിതത്തിലാണ് അവനുള്ളത്. فمن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. അള്ളാഹു പറഞ്ഞില്ലേ, എന്റെ ദിക്റിൽ നിന്ന്, എന്റെ വഹിയിൽ നിന്ന് ആര് തിരിഞ്ഞു കളഞ്ഞോ فإن له معيشة ضنكا, അവന് ഇടുങ്ങിയ ജീവിതമാണുള്ളത്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന്, തന്റെ റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാത്തവന് എന്ത് ആശ്വാസം, അവനെന്ത് സന്തോഷം? അവൻ ജൽപ്പിക്കുകയാണ് അവൻ സന്തോഷത്തിലാണെന്ന്. അല്ല, അവരുടെ സുഖമെന്നാൽ അതൊരിക്കലും യഥാർത്ഥ സുഖമല്ല. അതൊരു വൃത്തികെട്ട, വളരെ മോശമായ, വളരെ മ്ലേച്ഛമായ ഒരു സുഖിക്കൽ മാത്രമാണ്. അത് യഥാർത്ഥ സുഖമല്ല. യഥാർത്ഥ സുഖവും സന്തോഷവും ഈമാനിന്റെ കൂടെ മാത്രമാണ്. അത് മുഅ്മിനുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൗഖ്യം നൽകുക. അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വാസമുള്ളവന്. അല്ലാഹു പറയുന്നു ഇവരെ കുറിച്ച്, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുസ്റഫീൻ, അവർ സുഖലോലുപരായി ആയിരുന്നു മുമ്പ് കഴിഞ്ഞിരുന്നത്. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ കാനൂ ഫിദ്ദാരി ദുനിയ മുനഅമീന മുഖ്ബിലീന അലാ ലദ്ദാതി അൻഫുസിഹിം ലാ യൽവൂന മാ ജാഅതുഹും ബിഹി റുസുൽ. അവരിങ്ങനെ സുഖത്തിൽ കുളിച്ച് ജീവിക്കുകയായിരുന്നു. അവർ സ്വന്തം നഫ്സിന്റെ ലസ്സാത്ത്, നഫ്സിനിങ്ങനെ രുചി കിട്ടുന്ന കാര്യങ്ങൾ അതിന്റെ പിന്നാലെ പോയിരുന്നു. തോന്നുന്നതൊക്കെ തിന്ന്, തോന്നുന്നതൊക്കെ കുടിച്ച്, തോന്നുന്നിടത്തൊക്കെ അവന്റെ ആഗ്രഹങ്ങൾ തീർത്ത് അങ്ങനെ വൃത്തികെട്ട രൂപത്തിൽ ജീവിച്ചിരുന്നു. അവന്റെ കണ്ണിന് നിയന്ത്രണമില്ല, അവന്റെ ലൈംഗികാവയവത്തിന് ഒരു നിയന്ത്രണവുമില്ല, അവന്റെ കാതിന് നിയന്ത്രണമില്ല. അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ ഞാൻ സമ്പാദിക്കുന്നത്? അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ ഞാൻ ഈ തിന്നുന്നത്? അള്ളാഹു വെറുക്കുന്നതാണോ ഞാൻ ഈ നോക്കുന്നത്? അതല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ എന്നൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അതിലിങ്ങനെ കഴിഞ്ഞു പോകുന്നു. ലാ യൽവൂന മാ ജാഅതുഹും ബിഹി റുസുൽ, അള്ളാഹുവിന്റെ റസൂലുകൾ കൊണ്ടുവന്നതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മാത്രമോ വകാനൂ യുസിറൂന, അവർ ഉറച്ചു നിൽക്കുന്നു, തുടർന്നു പോകുന്നു. അലൽ ഹിൻസിൽ അളീം, ഏറ്റവും കടുത്ത പാപത്തിൽ. ഹിൻസ് എന്നാൽ പാപമാണ്. അൽ അളീം, അളീമായ ഹിൻസ്. അതേതാണ്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി പറഞ്ഞത് കാണാം, അൽ ഹിൻസിൽ അളീം അശ്ശിർക്ക്, ശിർക്കാണത്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അതുപോലെ അവന്റെ വാദിലും വഈദിലും, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലും അവന്റെ താക്കീദിലും വിശ്വാസമില്ലാത്തവരായി, പരലോക നിഷേധികളായി കഴിയുക. ഇമാം ഇബ്നു കസീർ പറയുന്നു, വകാനൂ യുസിറൂൻ, അവരതിൽ തന്നെ തുടർന്നിരുന്നു എന്ന് പറഞ്ഞാൽ യുഖീമൂന, അതിലായി തന്നെയാണ്. വലാ യൻവൂന തൗബതൻ, തൗബ ചെയ്യണം, നന്നാവണം എന്നൊരു നിയ്യത്തേ അവർക്കില്ല, നന്നാവണം എന്നൊരു നിയ്യത്ത് തന്നെ ഇല്ല. അതാണ് വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം, ഏറ്റവും കടുത്ത തെറ്റിൽ അവർ തുടർന്നു പോയിരുന്നു. എന്താണ് ഏറ്റവും കടുത്ത തെറ്റ്? ഇബ്നു കസീർ പറയുന്നു, അശ്ശിർക്ക്, അതിലൊന്നാമത് ഉൾപ്പെടുന്നതാണ്. അതുപോലെ വഹുവൽ കുഫ്റു ബില്ലാഹ്, അല്ലാഹുവിലുള്ള കുഫർ, അവനിൽ പങ്കു ചേർക്കുക എന്നത് ശിർക്കും കുഫറുമാണ്. അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ശിർക്കുമാണ്, കുഫറുമാണ്. വഹുവൽ കുഫ്റു ബില്ലാഹ് വജഅലുൽ ഔസാനി വൽ അൻദാദി അർബാബൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ സമന്മാരെ സങ്കല്പിക്കുക, ബിംബങ്ങളെയും ബിംബങ്ങളല്ലാത്തവരെയും എല്ലാം അള്ളാഹുവിന് സമന്മാരായി സങ്കല്പിക്കുക. ഇതാണ് ഏറ്റവും കടുത്ത തെറ്റ്. അലാ ഉനബ്ബിഉക ബിഅക്ബറിൽ കബായിർ, ഏറ്റവും വലിയ പാപമേതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ? അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലെ ഏറ്റവും വലിയ തെറ്റേതാണ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ, റബ്ബാണ് നിന്നെ പടച്ചതെന്നിരിക്കെ നീ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്. അവനല്ലാത്തവരെ വിളിച്ചു തേടുക, അല്ലാഹു അല്ലാത്തവരുടെ മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുക. ഇബാദത്തിന്റെ വല്ല അംശവും അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുക. അവർ നബിമാരാകട്ടെ, ഔലിയാക്കളാകട്ടെ, മലക്കുകളാകട്ടെ, അല്ലാഹുവിന്റെ ഏത് പടപ്പുകളുമാകട്ടെ, അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ തെറ്റ്. അവന്റെ പ്രതിഫലം ശാശ്വതമായ നരകമാണ്. വലഇയാദു ബില്ലാഹ്. അവൻ ആരെയാണോ പങ്കുചേർത്തത്, ആ പങ്കുചേർത്ത ഇലാഹിന്റെ കൂടെ അല്ലാഹു നരകത്തിൽ ഇട്ടുകളയും. ആ ഇലാഹുകൾ, ആ ഇബാദത്ത് ഇഷ്ടപ്പെടാത്ത മുഅ്മിനുകളാണെങ്കിൽ അങ്ങനെ അല്ലാഹു ആ അവരുടെ ഇലാഹിനെ നരകത്തിലാക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസിൽ അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്ന അവസാനം അബൂ സഈദ് അൽ ഖുദ്രി അതിന്റെ കൂടെ മറ്റൊരു വാചകം പറഞ്ഞു എന്ന് പറഞ്ഞില്ല. ആ ഹദീസിന്റെ തുടക്കത്തിലുള്ളത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ അവർ ഈ ഇബാദത്ത് ചെയ്തവരെയും കൊണ്ട് നരകത്തിൽ ചാടും. ബിംബങ്ങൾ ആരാധിച്ചവനെയും കൊണ്ട് ആ ബിംബങ്ങൾ നരകത്തിൽ വീഴും. സൂര്യനെയും ചന്ദ്രനെയും ഇബാദത്ത് ചെയ്തവർ അവരെ സൂര്യനും ചന്ദ്രനും നരകത്തിലേക്ക് കൊണ്ടുപോകും. താഗൂത്തുകൾ, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെട്ടവർ, അവരവരുടെ അനുയായികൾ, അവരെ പൂജിച്ചവരെ നരകത്തിലേക്ക് കൊണ്ടുപോയി വീഴ്ത്തും. മുഅ്മിനുകൾ മാത്രം ബാക്കിയാകും. അവരിലെ മുനാഫിഖുകളും ഫാസിഖുകളും അവരുടെ കൂടെ ഉണ്ടാവും. മുനാഫിഖുകളും ഉണ്ടാകും, ഫാസിഖുകളും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിൽ, അല്ലാഹുവിന് സൂറത്തുണ്ട്, അവനൊരു രൂപമുണ്ട്, അത് നിഷേധിക്കാൻ പാടില്ല. സൂറത്ത് നിഷേധിച്ചവൻ ജഹ്മികളുടെ കൂട്ടത്തിലാണെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിനൊരു സൂറത്തുണ്ട്, അവനൊരു രൂപമുണ്ട്. അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. അല്ലാഹുവിന്റെ സൂറ, അല്ലാഹു മുഅ്മിനുകൾക്ക് അവനെ അറിയാത്ത ഒരു രൂപത്തിൽ അവരുടെ മുന്നിലേക്ക് വരും. എന്നിട്ട് പറയും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. അപ്പൊ മുഅ്മിനുകൾ പറയും, നഊദു ബില്ലാഹി മിൻക, നിന്നിൽ നിന്ന് ഞങ്ങൾ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു. അവരിൽ ചിലർ പോകാനൊരുങ്ങും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയാവുന്ന രൂപത്തിൽ അവരുടെ മുന്നിലേക്ക് വരും. വയക്ഷിഫു സാഖ്, അല്ലാഹുവിന്റെ സാഖ് വെളിപ്പെടുത്തും. അല്ലാഹുവിന്റെ കണങ്കാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തും. അവന് സാഖുണ്ട്, അവന്റെ മഹത്തായ സിഫത്താണത്. ഒരു പടത്തിൻ്റെതും പോലെയല്ല. എങ്ങനെയെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പാടില്ല. എങ്ങനെയെന്ന് സങ്കല്പിച്ചിട്ടാണ് എല്ലാ പിഴച്ച കക്ഷികളും പിഴച്ചത്. അള്ളാഹുവിന്റെ കൈയെന്നും അള്ളാഹുവിന്റെ മുഖമെന്നുമെല്ലാം ഖുർആനിലും സുന്നത്തിലും വന്നപ്പോൾ അവർ ചിന്തിച്ചു, എങ്ങനെ അവരവരുടെ പടപ്പുകളുടെ കൈയിനോടും പടപ്പിന്റെ മുഖത്തോടും പടപ്പിന്റെ കണങ്കാലിനോടുമെല്ലാം അതിനെ താരതമ്യപ്പെടുത്തി. അതാണ് അതൊക്കെ പഴച്ചു പോകാൻ കാരണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് അവന്റെ സിഫത്തുകളും അവന്റെ വിശേഷണങ്ങളും എങ്ങനെയെന്ന് നമുക്കറിയില്ല. വിശ്വസിക്കൽ നിർബന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അവന്റെ സാഖ് വെളിപ്പെടുത്തിയാൽ മുഅ്മിനുകൾ അതിനു മുന്നിൽ സുജൂദ് ചെയ്യും. യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. സൂറത്തു അൽ ഖലമിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞതുപോലെ അവന്റെ കണങ്കാൽ വെളിപ്പെടുത്തുന്ന നാൾ, അന്ന് സുജൂദിന് ക്ഷണിക്കപ്പെടും. അന്ന് ആർക്കേ അവന്റെ കണങ്കാലിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയൂ? ദുനിയാവിൽ തൃപ്തിയോടെ അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടെ അവന് സുജൂദ് ചെയ്തവൻ. എന്നാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി സുജൂദ് ചെയ്ത മുനാഫിഖിന് അന്ന് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അവന്റെ അവന്റെ നട്ടെല്ല് അത് വളക്കാൻ പറ്റാത്ത രൂപത്തിലാകും. അവൻ സുജൂദ് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നിലേക്ക് മറിഞ്ഞു വീഴും. അങ്ങനെ മുഅ്മിനുകൾ റബ്ബിന് സുജൂദ് ചെയ്യും.
എന്നിട്ടതാ വയൂദഉ സിറാത്ത്, നരകത്തിന് മുകളിലൂടെ സിറാത്ത്, അതിന് മുകളിൽ പാലം സ്ഥാപിക്കപ്പെടും. നരകത്തിന് മുകളിലുള്ള ജിസ്റു ജഹന്നം, അതിനെക്കുറിച്ചാണ് അല്ലാഹു ഖുർആനിൽ സൂറത്തു മറിയമിൽ പറഞ്ഞത്. എന്താണ്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങളിൽ ഒരാളുമില്ല നരകത്തിന്റെ വക്കത്ത് വരാതെ എന്ന് പറഞ്ഞാൽ ഈ സിറാത്തിലൂടെ അല്ലാതെ ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിന്നൽ വേഗത്തിൽ അതിലൂടെ കടക്കുന്നവനുണ്ട്, കാറ്റിന്റെ വേഗത്തിൽ കടക്കുന്നവനുണ്ട്, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളുടെ വേഗത്തിൽ കടക്കുന്നവനുണ്ട്, ഓടിക്കടക്കുന്നവനുണ്ട്, നടന്നു പോകുന്നവനുണ്ട്, ഇഴഞ്ഞു പോകുന്നവനുണ്ട്. ഫമഖ്ദൂശുൻ നാജിൻ, അതിന്റെ കൊളുത്തുകളുടെ, അതിന്റെ ചുറ്റും കൊളുത്തുകളുണ്ട്, അതിന്റെ അടുത്തൊക്കെ അതിന്റെ കൊളുത്തേറ്റ് പരിക്ക് പറ്റി രക്ഷപ്പെടുന്നവനുണ്ട്. എന്നാൽ അതിലേക്ക് നരകം വലിച്ചു വീഴ്ത്തുന്നവനുണ്ട്. ഈ പാലത്തിലൂടെ കടക്കുക ആരാണ്? മുഅ്മിനുകളാണ്, മുസ്ലിമീങ്ങളാണ്. അവരിലെ പാപത്തിനനുസരിച്ചാണ് അവരതിന്റെ മുകളിൽ സഞ്ചരിക്കുക. അള്ളാഹുവിന്റെ നബിമാർ അവിടെ നിന്ന് ദുആ ചെയ്യും. അവരുടെ ദുആ, അന്നത്തെ നാളിൽ അവരുടെ ദുആ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം എന്നായിരിക്കും. അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ, അള്ളാഹുവെ കാക്കണേ. നബിമാർ മുഅ്മിനുകളിലെ പാപികൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്നതിനുള്ള തെളിവ് ഈ ഹദീസാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള തെളിവ് കിതാബിലും സുന്നത്തിലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ വേറെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു അതിനുള്ള തെളിവ് ഇതാണ്. നബിമാർ ഉസാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്കുള്ള, മുഅ്മിനുകളിലെ ഉസാത്തിന് വേണ്ടി, പാപികൾക്ക് വേണ്ടി ശഫാഅത്ത് പറയും എന്നതിനുള്ള തെളിവ് ഇതാണ്. കാരണം അവർക്ക് വേണ്ടിയാണ് നബിമാർ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. നോക്കൂ, അപ്പോ അതിൽ നരകത്തിൽ ആ പാളത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീഴും. എന്നിട്ട് അള്ളാഹു വീഴുന്നവരെ നരകത്തിലെ ശിക്ഷ അനുഭവിപ്പിച്ച് ശുദ്ധീകരിച്ച ശേഷം, ശിക്ഷ അനുഭവിപ്പിച്ചതിന് ശേഷം പിന്നെ സ്വർഗത്തിലാണ്. എന്നാൽ അതിൽ വീഴാത്തവന് അവന്റെ പാപത്തിനനുസരിച്ച് നരകത്തിന് മുകളിലൂടെയാണല്ലോ ഇത്, എത്ര വേഗം കുറഞ്ഞാണോ അതിലൂടെ പോകുന്നത് അതിനനുസരിച്ച് അവൻ നരകത്തിന്റെ തീയും പുകയും അവൻ അനുഭവിക്കേണ്ടി വരും. അതാണ് അവനുള്ള ശിക്ഷ. എന്നാൽ അതുകൊണ്ട് മതിയാക്കപ്പെടുന്നവൻ സ്വർഗത്തിലെത്തും. അതുകൊണ്ട് മതിയാകാത്ത അത്രയും പാപങ്ങളുള്ളവൻ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടും. ഇത് കടന്നാലല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, എന്ത്? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളുമില്ല അതിന്റെ വക്കത്ത്, നരകത്തിന്റെ വക്കത്ത് വരാത്തവനായി. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിന്റെ റബ്ബിന്റെ തെറ്റാത്ത, മാറാത്ത തീരുമാനമാണത്, അള്ളാഹുവിന്റെ ഖദാ ആണത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അള്ളാഹു ഇങ്ങനെയാണ് അവന്റെ അടിമകളെ ചെയ്യുക. നോക്കൂ, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്തവർ, അവർ ഇതൊന്നുമില്ലാതെ നരകത്തിൽ പോയി ചാടുകയാണ്. കാരണം അതാണ് ഏറ്റവും വലിയ തെറ്റ്. പിന്നെ അവനൊരു നന്മയും ബാക്കിയില്ല. ശിർക്കിലായി മരിച്ചവന് ഒരു നന്മയും പിന്നെ ബാക്കിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും ശിർക്കിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. തൗഹീദിലായി അള്ളാഹു എന്നെയും നിങ്ങളെയും മരിപ്പിക്കുമാറാകട്ടെ. വകാനു യുസിറൂന അലൽ ഹിൻസിൽ അദീം, നരകത്തിലാവാനുള്ളവരുടെ ഒന്നാമത്തെ കാരണം അവർ ഏറ്റവും വലിയ തെറ്റിൽ മൂടറച്ചുപോയവരായിരുന്നു. അതിൽ നിന്ന് തൗബ ചെയ്യാൻ പോലും ഉദ്ദേശമില്ലാത്ത അങ്ങനെയുള്ള കടുത്ത കുഫാറുകളായിരുന്നു. അള്ളാഹുവിൽ പങ്കുചേർത്ത അവന്റെ ദീനിനെ പരലോകത്തെ നിഷേധിച്ചവർ. അവർ പറഞ്ഞു, വകാനു യഖൂലൂൻ, അവർ പറഞ്ഞിരുന്നു, ഐദാ മിത്നാ, ഞങ്ങൾ മരിച്ചാൽ, വകുന്ന, ഞങ്ങളായിത്തീർന്നാൽ, തുറാബൻ വഇദാമ, തുറാബൻ മണ്ണും, വഇദാമൻ എല്ലുകളും, എല്ലും മണ്ണുമായി തീർന്നാൽ, ഇന്ന ഞങ്ങളാകുമെന്നോ, ലമബ്ഊസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ, വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നവർ ആകുമെന്നോ, അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങൾ മാത്രമല്ല, അവ ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ, പണ്ടേ മരിച്ചു മണ്ണടിഞ്ഞവർ, അൽ അവ്വലൂൻ, പഴയ കാലക്കാർ, ഇവരൊക്കെ വീണ്ടും ജീവിപ്പിക്കപ്പെടുമെന്നാണോ മണ്ണും എല്ലുമായി ഉരുമ്പിപ്പോയതിനു ശേഷം? ഇതായിരുന്നു അവരുടെ നരകവാസത്തിനുള്ള കാരണം. അള്ളാഹു ഇതുപോലുള്ള ശുബഹത്തുകളെ, ഇതുപോലുള്ള തെളിവില്ലാത്ത
ദുർബലമായ ശുഭഹത്തുകൾക്ക് മറുപടി പറയാതെ അള്ളാഹു വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് തൊട്ടുടനെ റബ്ബ് പറയുന്നത് എന്ത്? ഖുൽ, പറയൂ നബിയെ, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലക്കാരും അവസാനകാലക്കാരും, പണ്ട് മരിച്ചു മണ്ണടിഞ്ഞു പോയവരും ഇനി വരാനുള്ളവരും എല്ലാവരും ലമബ്ഊസൂന ലമജ്മുഊന, അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകും. അള്ളാഹു അവരെ വീണ്ടും ജീവിപ്പിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇലാ മീഖാതി യൗമിൻ മഅലൂം, ഇലാ മീഖാത്ത്, ഒരു മീഖാത്തിന് വേണ്ടി. എന്താണ് മീഖാത്ത് എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചയിക്കപ്പെട്ട സമയം. ഹുവ മുവഖ്ഖതുൻ ലിവഖ്തിൻ മഹ്ദൂദിൻ ലാ യതഖദ്ദമു വലാ യതഅഖറു വലാ യസീദു വലാ യൻഖുസ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് മീഖാത്ത് എന്നതിനെ കുറിച്ച് പറഞ്ഞു, അത് വ്യക്തമായി നിർണയിക്കപ്പെട്ട സമയം, നേരത്തെ അള്ളാഹു തീരുമാനിച്ച കാര്യമാണ്. ഒരിഞ്ച്, ഒരു സെക്കൻഡ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കൂടുകയുമില്ല കുറയുകയുമില്ല. ആ സമയത്ത്, ആ ദിവസത്തേക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാകുന്നു ഇവരെല്ലാവരും. അപ്പൊ നോക്കൂ, അവരുടെ ചോദ്യം എന്താണ്? ഞങ്ങൾ മരിച്ചാൽ, എന്നിട്ട് എല്ലും മണ്ണുമായാൽ ഞങ്ങൾ വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നവരാണെന്നോ? ഞങ്ങളെയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെയും ഇങ്ങനെ അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുമെന്നോ? ഇതാണ് അവരുടെ ചോദ്യം. ഇമാം ഇബ്നു കസീർ പറയുന്നു, അന്നഹും യഖൂലൂന ദാലിക മുകദ്ദിബീന ബിഹ മുസ്തബഈദീന ലിവുഖൂഇഹി, അത് നടക്കുകയില്ല, അതിനെ നിഷേധിച്ചുകൊണ്ട് അവരിങ്ങനെ പറയുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, മറുപടി പറയാൻ, ഖുൽ, പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലക്കാരും അവസാനകാലക്കാരും ലമജ്മുഊന, ഒരുമിച്ച് കൂടുന്നവർ തന്നെയാകുന്നു. ഇലാ മീഖാതി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസത്തിന്റെ നിശ്ചിത സമയത്തിനു വേണ്ടി. ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് കൂടും. ഐ അഖ്ബിറുഹും യാ മുഹമ്മദ്, ഓ റസൂലേ, താങ്കൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക, അന്നൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യകാലക്കാരും അവസാനകാലക്കാരും, മിൻ ബനി ആദമ, ആദമിന്റെ മക്കളായ എല്ലാവരും, സയജ്മഊന ഇലാ അറഫാത്തിൽ ഖിയാമ, ഖിയാമത്തിന്റെ മുറ്റത്ത്, മഹ്ശറിന്റെ സഭയിൽ അവർ ഒരുമിച്ച് കൂടും. ലാ നുഗാദിറു മിൻഹും അഹദ, ലാ നുഗാദിറു മിൻഹും അഹദ, അവരിൽ ഒരാളെയും നാം വിട്ടുകളയുകയില്ല. ഏതുപോലെ സൂറത്ത് ഹൂദിൽ അല്ലാഹു പറഞ്ഞു, ذلك يوم مجموع له الناس وذلك يوم مشهود وما نؤخره إلا لأجل معدود يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد. ذلك يوم، ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? മജ്മൂഉൻ ലഹുന്നാസ്, ആ ദിവസത്തിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. വദാലിക യൗമുൻ മശ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസമാണത്. അന്ന് അല്ലാഹു സാക്ഷികളെ കൊണ്ടുവരും. ഒരിക്കലും ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത സാക്ഷികളെ. വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്, വമാ നുഅഖിറുഹു, നാം അത് നീട്ടിവെക്കുന്നില്ല, ഇല്ലാ ലിഅജലിൻ മഅദൂദ്, ഒരു നിശ്ചിത അവധിക്ക് വേണ്ടിയല്ലാതെ, എണ്ണപ്പെട്ട അവധികൾക്ക്, നാളുകൾക്ക് വേണ്ടിയല്ലാതെ അള്ളാഹു പറയുന്നു നാം അത് നീട്ടിവെക്കുന്നില്ല. അഥവാ അള്ളാഹുവിൽ കൃത്യമായ കണക്കുണ്ട്, അള്ളാഹുവിനറിയാം എന്നാണത് സംഭവിക്കേണ്ടത്. അന്ന് അള്ളാഹു അതിന് കൽപ്പിക്കും, ഖിയാമത്ത് സംഭവിക്കും. യൗമ യഅതി, അത് വരുന്ന ദിവസം, ലാ തകല്ലമു നഫ്സുൻ, ഒരാളും സംസാരിക്കുകയില്ല, മിണ്ടുകയില്ല, ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയോടെ അല്ലാതെ. ഫമിൻഹും, അന്ന് അവരിലുണ്ടാകും, ഷഖിയ്യു വസഈദ്, മനുഷ്യർ അന്ന് രണ്ടായി തിരിയും. ഒന്ന് അഷ്ഖിയ, ദൗർഭാഗ്യവാന്മാർ, ഒന്ന് ശുഅദാ, സൗഭാഗ്യവാന്മാർ. فأما الذين شقوا ففي النار, ദൗർഭാഗ്യവാന്മാർ എവിടെയാണ്? നരകത്തിലാണ്. സൗഭാഗ്യവാന്മാർ ഇവരെവിടെയാണ്? സ്വർഗത്തിലാണ്. ഈ നാൾ സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അവരെ അള്ളാഹു പുതുതായി പടക്കുകയല്ല, മറിച്ച് അവരുടെ നുരുമ്പിപ്പോയ, മണ്ണോട് മണ്ണ് ചേർന്ന അവരുടെ ശരീരഭാഗങ്ങളെ അള്ളാഹു വീണ്ടും കൊണ്ടുവരികയാണ് ചെയ്യും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ലെങ്കിൽ
അള്ളാഹു മരിച്ചവരെ വേറൊന്ന് പടക്കുകയാണെങ്കിൽ നിഷേധികൾ അതിനെ നിഷേധിച്ചിട്ടേ ഇല്ല. പല നിഷേധികളും എന്തിനെ നിഷേധിച്ചിട്ടില്ല? അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ് എന്നതിനെ നിഷേധിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ മനുഷ്യരെ വേറൊരു പുതിയ പടപ്പ് പടക്കുകയാണ് എന്നതല്ല, മറിച്ച് അള്ളാഹു എന്താണ് ചെയ്യുക? മണ്ണോട് മണ്ണ് ചേർന്ന കത്തിക്കരിഞ്ഞ് ചാരമായ എന്തായിട്ടുണ്ടെങ്കിലും വീണ്ടും അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് കൊണ്ടുവരികയാണ് ചെയ്യുക. അതിനെ അള്ളാഹു പുനർജീവിപ്പിക്കുകയാണ് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ മനുഷ്യന്റെ എല്ലാം നശിക്കും. അവന്റെ ഒരു വാൽക്കുറ്റി അജബുദ്ദനം എന്ന് പറയപ്പെടുന്ന അവന്റെ നട്ടലിന്റെ താഴ്ഭാഗത്തുള്ള ഒരു പൊടി, അതിൽ നിന്ന് അള്ളാഹു അവനെ വീണ്ടും കൊണ്ടുവരും. പണ്ടുകാലത്തൊരു മനുഷ്യൻ വസിയത്ത് ചെയ്തു എന്നാണ് മക്കളോട്. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യൻ, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്, എന്ത്, ഞാൻ മരിച്ച എന്നെ കത്തിച്ചു കളയണം, കത്തിച്ചിട്ട് ചാരമാക്കി നല്ല കാറ്റുള്ള ഒരു ദിവസം പകുതി കരയിലും പകുതി കടലിലും വിതറണം. വല്ലാഹി ലഇൻ ഖദറ അല്ലാഹു അലൈഹി, അല്ലാഹു ആണ് അവൻ എന്നെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ അവൻ എന്നെ വെറുതെ വിടുകയില്ല. ആ വാക്ക് അയാൾ പേടിയുടെ കടുപ്പത്തിൽ പറഞ്ഞു പോയതാണ് എന്നാണ്. പേടിയുടെ കടുപ്പത്തിൽ നാവ് തെറ്റിപ്പോയതാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഏതുപോലെ സന്തോഷം കൂടിയപ്പോൾ ഒരാൾക്ക് പണ്ട് വാക്ക് തെറ്റിയില്ലേ, നാവ് തെറ്റിയില്ല. അല്ലാഹുവേ നീ എന്റെ, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക, റബ്ബേ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണെന്ന് പറഞ്ഞു. ഒരാൾ കരുതിക്കൂട്ടി ആ വാക്ക് പറഞ്ഞാൽ അയാൾ കാഫറായി തീരും. പക്ഷേ സന്തോഷം അധികരിച്ച് അയാളുടെ നാവ് തെറ്റിപ്പോയതാണ്. മരുഭൂമിയിൽ കുടുങ്ങി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോൾ അതാ പോയി എന്ന് കരുതി ഒട്ടകവും അതിലുള്ള സാധനങ്ങളുമെല്ലാം മുന്നിൽ. ആ സന്തോഷത്തിൽ പറഞ്ഞപ്പോൾ നാവ് തെറ്റിപ്പോയതാണ്. എന്നതുപോലെ ഈ മനുഷ്യന് നാവ് തെറ്റിപ്പോയതാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിൽ അയാൾക്ക് വിശ്വാസമില്ലാതെ ഇല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. അള്ളാഹു അയാളെ വീണ്ടും ജീവിപ്പിച്ചപ്പോൾ ചോദിച്ചു, എന്താണ് മനുഷ്യ നീ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, നിന്നെ ഇതിന് പ്രേരിപ്പിച്ചത് എന്താണ്? അയാൾ പറഞ്ഞു, മഖാഫതുക യാ റബ്ബ്, റബ്ബേ നിന്നെ പേടിച്ചിട്ടാണ്. അള്ളാഹു അയാൾക്ക് കുറച്ചു കൊടുത്തു എന്നാണ്. ആ ഹദീസിൽ കാണാം, അള്ളാഹു കടലിനോട് കൽപ്പിച്ചു അയാളുടെ വിതറിയ ചാരം അതിനെ ഒരുമിച്ച് കൂട്ടാൻ. കരയോട് അള്ളാഹു കൽപ്പിച്ചു പാറിപ്പറന്ന അയാളുടെ പൊടി അത് വീണ്ടും കൊണ്ടുവരാൻ. എന്നിട്ട് അള്ളാഹു അയാളെ വീണ്ടും ജീവിപ്പിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയിൽ നമ്മൾ കേട്ടിട്ടില്ലേ, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞത്, ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹീൽ മൗതാ, അള്ളാഹു നീ എനിക്കൊന്ന് കാണിച്ചു തരൂ, എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുകയെന്ന്. ഖാല അവലം തുഅ്മിൻ, ഇബ്രാഹിം താങ്കൾ വിശ്വസിച്ചിട്ടില്ലേ? ഖാല ബല, അള്ളാഹു ഉറപ്പായും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, പക്ഷെ എന്റെ നഫ്സിന് ഒരു തുമഅനീനത്ത് കിട്ടാനാണ്. എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടത് കണ്ട് കൂടുതൽ യഖീൻ കിട്ടാൻ, ഐനുൽ യഖീൻ, കണ്ണ് കണ്ട് കണ്ട യഖീൻ കിട്ടാൻ, അതിനു വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു, ഫഖുദ് അർബഅതൻ മിന الطير ഫസുർഹുന്ന ഇലൈക ثم جعل على كل جبل منهن جزءا ثم دعوهن يأتينك سعيا واعلم أن الله على كل شيء قدير. നീ 4 പക്ഷികൾ എടുക്കുക, എന്നിട്ട് അതിന് 4നെയും അറുക്കുക, അതിന്റെ മാംസം പരസ്പരം കൂട്ടിക്കലർത്തുക, എന്നിട്ടത് പല പർവ്വതങ്ങളിൽ കൊണ്ടുവെക്കുക. പല പർവ്വതങ്ങളിൽ 7 പർവ്വതങ്ങളിൽ കൊണ്ടുവച്ചു എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. എന്നിട്ട് അതിനെ വിളിക്കുക, യഅ്തീനക സഅയ്യാ, അതെല്ലാം ഓടി നിന്റെ അടുത്ത് വരുന്നത് കാണാം. തഫ്സീറുകളിൽ കാണാം, മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇതുപോലെ 4 പക്ഷികളെ കൂട്ടി അറുത്ത് കഷ്ണം കഷ്ണമാക്കി. എന്നാൽ തല 4ഉം തന്റെ അടുത്ത് വെച്ചു. 4ന്റെയും തല തന്റെ കയ്യിൽ വെച്ചു, ബാക്കിയൊക്കെ കൂട്ടി കലർത്തി പലയിടത്ത് കൊണ്ടുവച്ചു, വിളിച്ചു. അപ്പോൾ അതാ അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് കാണുന്നു. എല്ലാം ഒരുമിച്ചുകൂടി പക്ഷിയുടെ തലയില്ലാത്ത രൂപമായി ഓടി വരുന്നു. എന്നിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തലയെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അതിന്റെ തലയല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നില്ല, മാറിപ്പോകുന്നു. എന്നിട്ട് ഏതിന്റെ തലയാണോ ആ പക്ഷി വന്ന് കൂടിച്ചേരുന്നു. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കാണിച്ചു കൊടുത്തു. അള്ളാഹു റബ്ബുൽ ആലമീൻ എവിടെ പാറിപ്പറന്നാലും ശരി, മണ്ണോട് മണ്ണ് ചേർന്നാലും ചാരമായി വിതറപ്പെട്ടാലും മനുഷ്യ നിന്നെ റബ്ബ് വീണ്ടും ജീവിപ്പിക്കും.
അത് പറയാനാണ് അള്ളാഹു നബിമാരെ മുഴുവൻ അയച്ചത്. അവനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയാൻ, ആഖിറത്തിൽ വിശ്വസിക്കാൻ, അവന്റെ നബിമാരെ അനുസരിക്കാൻ. നബിമാരെ ദഅവത്ത് മുഴുവൻ മൂന്നായി തിരിച്ചാൽ മൂന്ന് കാര്യങ്ങളാണ്: തൗഹീദ്, ആഖിറ, അർ-റിസാല. മൂന്ന് കാര്യങ്ങൾ: തൗഹീദും ആഖിറത്തും റിസാലത്തും. ഒന്ന്, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇബാദത്തിന്റെ ഒന്നും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കരുത്. രണ്ട്, ആഖിറ, പരലോകത്തിലുള്ള വിശ്വാസം. മൂന്ന്, റിസാല, അള്ളാഹുവിന്റെ റസൂലുകളിൽ വിശ്വാസം. ആ റസൂലിനെ അനുസരിച്ചാൽ മാത്രമേ പരലോകത്തിൽ രക്ഷപ്പെടാൻ കഴിയൂ. പരലോകത്തെ രക്ഷാമാർഗം ആ റസൂലുകൾ പഠിപ്പിച്ചതാണ്. ആരെങ്കിലും അവരുടെ ബുദ്ധിയിൽ സങ്കല്പിച്ചുണ്ടാക്കിയതല്ല, മനുഷ്യർ കെട്ടിയുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങളല്ല, അള്ളാഹുവിന്റെ ദീനാണ്. ഇങ്ങനെ ഈ മൂന്ന് കാര്യം ആണ് നബിമാരുടെ മുഴുവൻ ദഅവ. അതുകൊണ്ട് ആഖിറത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അതിൽ നിഷേധിക്കുക എന്നത് അവരുടെ വ്യാമോഹമാണത്. അള്ളാഹു അവരെ വീണ്ടും ജീവിപ്പിക്കില്ല എന്നത് അള്ളാഹുവിന് യോജിച്ചതല്ല. അത് അള്ളാഹു ഇതെല്ലാം ഇങ്ങനെ ഇത്ര കൃത്യമായി നമ്മെ പടച്ച് റസൂലുകളെ നമ്മിലേക്ക് അയച്ച് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് റബ്ബ് നമ്മളെ ജീവിപ്പിക്കുകയില്ല എന്നത് റബ്ബിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് അള്ളാഹു പരലോക നിഷേധികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ റബ്ബ് പറഞ്ഞത് തആല അല്ലാഹുൽ മലിക്കുൽ ഹഖ്. ഏറ്റവും ശരിയായ, ഏറ്റവും ഹക്കായ, മലിക്കായ അള്ളാഹു, രാജാവായ അള്ളാഹു അവരെത്രയോ ഉന്നതനാണ്. അഥവാ മനുഷ്യരെ വീണ്ടും ജീവിപ്പിക്കാതിരിക്കുക എന്നത് റബ്ബിന് യോജിച്ചതല്ല. അതിനുള്ള നിഷേധം, ആഖിറത്തിലുള്ള നിഷേധമാണ് അവരെ ഈ ശാശ്വതമായ ശിക്ഷയിൽ എത്തിച്ചതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.